കാരണം സെക്കൻഡ് ഹാഫിന്റെ മൊത്തം ആ ഒരു 1 അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റുകൾ അയക്കാൻ വേണ്ടി മാത്രമുള്ളത്. ആ 1 മണിക്കൂർ മൊത്തം അയച്ചെടുക്കുന്നത് ഒരു 10-20 ട്വിസ്റ്റുകൾ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചറ പറ എന്ന് പറഞ്ഞ ട്വിസ്റ്റുകൾ ഇങ്ങനെ മാറി തിരിഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സംവിധായകൻ ആൻഡ് റൈറ്റർ രണ്ടും ഒരാളാണ്. പുള്ളിയെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളിക്ക് ക്രൈം ത്രില്ലർ സിനിമകളോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. അത്തരത്തിലുള്ള സിനിമകൾ കാണാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗുമാണ്. അങ്ങനെയുള്ള സിനിമകൾ തേടി പിടിച്ച് കാണുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു സിനിമയിലേക്ക് ഞാൻ വളരെ ആദർശികമായിട്ട് എത്തിപ്പെട്ടു. സിനിമ കണ്ടു തീരുമ്പോഴത്തേക്ക് എന്റെ കിളികൾ മൊത്തത്തിൽ പറന്നു പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് കുറെ പറയാനുണ്ട്, പക്ഷെ പെട്ടെന്ന് പറഞ്ഞു തീർത്തേ പറ്റുള്ളൂ. എനിവേ, സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിനിമയുടെ പേരാണ് മാ ഊരി പൊലിമേര എന്ന് വിളിക്കാം. അങ്ങനെ എന്തായാലും പൊളിമേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ നാടൻ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സംഭവം. ഒരു ചെറിയ 2 ഫാമിലികൾ കാണിക്കുന്നുണ്ട്. ആ 2 ഫാമിലികൾക്കിടയിൽ നടക്കുന്ന ചില സംഭവങ്ങൾ പിന്നീട് അങ്ങോട്ട് ആ ഗ്രാമത്തിൻ്റെതായിട്ടുള്ള ചില സംഭവങ്ങളായിട്ട് മാറുന്നു. അവിടെ തുടങ്ങുന്ന പരിപാടികൾ പിന്നീട് അങ്ങോട്ട് പോകും തോറും കഥയുടെ ഗതി മൊത്തം മാറി മറിയുകയാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലോട്ട് കഥ ഒരിക്കലും പോകില്ല. നമ്മൾ വലത്തോട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ കഥ നേരെ ഇടത്തോട്ട് പോയി പിന്നെ തിരിഞ്ഞ് വളഞ്ഞ് കറങ്ങിയൊക്കെ ആയിരിക്കും പോണത്. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു കഥ എഴുത്താണ് ഈ സിനിമയുടെ. വലിയ ആക്ടേഴ്സ് ഒന്നും അല്ലാത്തത് കൊണ്ടായിരിക്കണം മേ ബി അധികം ആരുടെയും ശ്രദ്ധയിലെത്താതെ പോയത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. മീൻസ് അതിന്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി സംഭവങ്ങളൊന്നും. പക്ഷെ സ്റ്റോറി വൈസ് ഗംഭീര പടമാണ്. പെർഫോമൻസ് വൈസും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കണ്ടു തീർന്ന ഉടനെ ചുരുക്കം പറഞ്ഞാൽ എന്റെ കിളി പോയി. പക്ഷെ അവിടുന്ന് തന്നെ സെക്കൻഡ് പാർട്ട് കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലായിരുന്നു. അങ്ങനെ എന്തായാലും എല്ലാ ട്വിസ്റ്റുകളും തീരട്ടെ എന്ന് മനോഹരമായി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സെക്കൻഡ് പാർട്ട് ഓണാക്കി. അതിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇവിടെ എങ്ങുണ്ടെങ്കിലും തീരൂല്ല. കാരണം സെക്കൻഡ് ഹാഫിന്റെ മൊത്തം ആ ഒരു 1 അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റുകൾ അയക്കാൻ വേണ്ടി മാത്രമുള്ളത്. ആ 1 മണിക്കൂർ മൊത്തം അയച്ചെടുക്കുന്നത് ഒരു 10-20 ട്വിസ്റ്റുകൾ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചറ പറ എന്ന് പറഞ്ഞ ട്വിസ്റ്റുകൾ ഇങ്ങനെ മാറി തിരിഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സിനിമയുടെ അവസാനം കൊണ്ടുവന്ന് എല്ലാം കൺക്ലൂഡ് ചെയ്ത് വെച്ചിട്ട് ഒരു 10-20 ട്വിസ്റ്റ് പുതിയതിനി ഉണ്ട്, പാർട്ട് 3 വെച്ചേക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ക്ലോസ് ചെയ്യും. സത്യം പറയാനുണ്ടല്ലേ, കിളി പാറുന്നതിന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഈ നോളന്റെ പടമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും, പക്ഷെ ഇതൊരു ഗംഭീര പടമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണം. സിനിമ ആവശ്യമായിട്ടുള്ളവർക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ തരുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ സിനിമയിലെ ആക്ടേഴ്സിനെ ഒന്നും അധികം നമുക്ക് അറിയാത്ത ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു കോമഡി ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അതിന്റെ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സംവിധായകൻ ആൻഡ് റൈറ്റർ രണ്ടും ഒരാളാണ്. പുള്ളിയെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി ഗംഭീരമാണ് കേട്ടോ. ഇനി പാർട്ട് 3 ഇനി ഇങ്ങനെ എന്തൊക്കെ വെച്ചിട്ട് ഇനി വല്ല പാർട്ട് 4 കൊണ്ടുവെക്കുമെന്നാണ് എന്റെ സംശയം. എനിവേ, ഗംഭീര പടമാണ്. ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.